നമസ്കാരം, എല്ലാവർക്കും KS മെന്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനങ്ങളും ദേശീയ ഉണർവും. ഒരുപാട് വിപ്ലവ സംഘടനകൾ ഇന്ത്യയിൽ പല കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ സംഘടനകളുമായി ബന്ധപ്പെടുത്തി പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട്. മാത്സ് ഫോളോയിങ് ആയിട്ടാണെങ്കിലും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണെങ്കിലും ഒക്കെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എക്സാമിന് റിലവന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഘടനകൾ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒന്ന്, ഈ പറഞ്ഞ വിപ്ലവ പ്രസ്ഥാനങ്ങൾ അതെന്ന് പറയുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. രണ്ടെന്നല്ല, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 3 ഘട്ടങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിയാം. ആദ്യം, എപ്പോഴാണ് ഒരു വിപ്ലവ സംഘടന അല്ലെങ്കിൽ വിപ്ലവം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായത്? ഇന്ത്യയിൽ എന്നല്ല, എവിടെയും ഉണ്ടാകാനായിട്ട് അതിനൊരു കാരണം എന്ന് പറയുന്നത് യുവാക്കളിൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ആണ്. ആ ഫ്രസ്ട്രേഷന് കാരണം ഒന്ന്, എപ്പോഴാണോ നല്ലൊരു രീതിയിൽ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പെട്ടെന്ന് അങ്ങ് നിന്നുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ എന്ത് ചെയ്യും? ഈ തരത്തിലുള്ള ഒരു വിപ്ലവ ചിന്ത അവരുടെ ഇടയിലേക്ക് എത്തും. അങ്ങനെ വന്നിട്ടുള്ള ഒരു സമയമാണ് ഒന്ന്, സ്വദേശി പ്രസ്ഥാനം ഇല്ലാതായത്. അല്ലെ, സ്വദേശി പ്രസ്ഥാനം പെട്ടെന്ന് അങ്ങ് ഇല്ലാതായി പോയത് ഈ പറയുന്ന രീതിയിൽ ഒന്നാം ഘട്ടം വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി. അതാണ് 1907 ശേഷം ഉണ്ടായിട്ടുള്ള വിപ്ലവ സംഘടനകൾ. ഓക്കെ, ഇനി അടുത്തതാണ് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഗാന്ധി പെട്ടെന്ന് അങ്ങോട്ട് പിൻവലിച്ചപ്പോഴത്തേക്ക് ആ സമയത്ത് യുവാക്കൾ ഫ്രസ്ട്രേറ്റ് ആയി. ഈ ദേശീയം എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് കളയണം. അതിനായിട്ട് അവർ സ്വീകരിച്ച മറ്റൊരു രീതിയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് നയിച്ചത്. രണ്ടാം ഘട്ടം. അങ്ങനെ വിപ്ലവകരമായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ നമുക്ക് 2 ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും. ആ 2 ഘട്ടങ്ങളും കൂടെ നമുക്ക് ഒരുമിച്ച് ഇവിടെ ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് ഒന്നാം ഘട്ടത്തിലാണ്. ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും 3 സ്ഥലങ്ങൾ ഇന്ത്യയിലും അതിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോ മാപ്പ് വരച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ മാപ്പ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇന്ത്യയായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലോ അല്ലെ? ഇതിനകത്ത് ബംഗാളാണ് ഒരു പ്രദേശം, അതിനുശേഷം പഞ്ചാബ്, പിന്നെ നമ്മുടെ മഹാരാഷ്ട്ര റീജിയൻ. ഇത്രയും സ്ഥലങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ ജർമ്മനി അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോ പോലുള്ള സ്ഥലങ്ങളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഇനി രണ്ടാം ഘട്ടം എടുക്കുകയാണെങ്കിൽ അവിടെ ബംഗാളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പഞ്ചാബ് റീജിയനും മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള സംഘടനകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതിൽ ആദ്യം പഠിക്കേണ്ട 1902 അനുശീലൻ സമിതി എന്ന് പറയുന്ന സംഘടന ബംഗാളിൽ സ്ഥാപിതമായിട്ടുള്ളതാണ്. തുടങ്ങിയിട്ടുള്ള വ്യക്തിയാണ് പ്രമദനാഥ് മിത്ര. ഓക്കെ, പ്രമദനാഥ് മിത്ര അല്ലെങ്കിൽ പ്രമോദ മിത്ര എന്നൊക്കെ ചില ബുക്കുകളിൽ കാണാം. അതുപോലെ തന്നെ ബരീന്ദ്രകുമാർ ഘോഷ്, ഇവർ ചേർന്നിട്ടാണ് അനുശീലൻ സമിതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. അതിന്റെ പ്രധാന പ്രവർത്തകരായിരുന്നു അരവിന്ദോ ഘോഷ്. ഓക്കെ, നമ്മുടെ എക്സ്ട്രീമിസ്റ്റ് തീവ്രവാദി ലീഡർ ആയിട്ടുള്ള അരവിന്ദോ ഘോഷ്, ചിത്തരഞ്ജൻ ദാസ്, ഭൂപേന്ദ്രനാഥ് ദത്ത് പോലുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ പ്രധാന പ്രവർത്തകരായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതിന്റെ ഒരു കേസാണ് നമ്മുടെ അലിപ്പൂർ ഗൂഢാലോചന കേസ്. അല്ലെ, ഗൂഢാലോചന കേസ് എന്ന് പറയുന്ന അതിനകത്താണ് ഈ പറഞ്ഞ അരവിന്ദോ ഘോഷ് ഗൂഢാലോചന. ഇവിടെയാണ് അരവിന്ദോ ഘോഷ് എന്ത് ചെയ്ത് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കേസ് അവിടുന്ന് ചിത്തരഞ്ജൻ ദാസ് വന്നിട്ട് ഇയാളെ പുറത്തിറക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ അനുശീലന സമിതിയുമായി ബന്ധപ്പെട്ട് നടന്നുള്ള ഒരു സംഭവമാണ്. ഇനി ഇതിന്റെ ധാക്കയിലെ പ്രവർത്തനങ്ങളെ നയിച്ചിരുന്ന മറ്റൊരു വ്യക്തിയാണ് പുളിൻ ബിഹാരിദാസ് അല്ലെങ്കിൽ പുളിൻ ദാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പൊ ഇവർക്ക് 2 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് കൽക്കട്ട ബ്രാഞ്ചും ഉണ്ട്, രണ്ടാമത്തെ ബ്രാഞ്ചാണ് ധാക്ക ബ്രാഞ്ചും ഉണ്ട്. ഈ 2 ബ്രാഞ്ചുകളും, ഇപ്പൊ കൽക്കട്ട ബ്രാഞ്ചിലാണ് ഈ പറഞ്ഞ പ്രമദനാഥ് മിത്ര പോലുള്ള ആൾക്കാരും, പുലിൻദാസ് എന്ന് പറയുന്നത് ധാക്ക ബ്രാഞ്ചിലുമാണ്. ഇവരുടെ പ്രസിദ്ധീകരണമാണ് യുഗാന്തർ എന്ന് പറയുന്ന ഒരു വീക്കിലി. ഈ യുഗാന്തർ ആരംഭിക്കുന്നത് അരവിന്ദോ ഘോഷിന്റെ സഹോദരനായിട്ടുള്ള ബരീന്ദ്രകുമാർ ഘോഷും അതുപോലെ തന്നെ ഭൂപേന്ദ്രനാഥ് ദത്ത എന്ന് പറയുന്ന 2 പേര് ചേർന്നിട്ടാണ് ഈ യുഗന്തർ എന്ന് പറയുന്ന ആ ഒരു പത്രം ആരംഭിക്കുന്നത്. അതിനകത്ത് ഈ വിപ്ലവ ചിന്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രത്യേകിച്ച് യുവാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം. അതുപോലെ ഭവാനി മന്ദിർ എന്ന് പറയുന്ന ലഘുലേഖയും ഇവരുടെ പ്രസിദ്ധീകരണങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അനുശീലൻ സമിതി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള ഒരു ഇന്നർ ഗ്രൂപ്പാണ് ഈ പറയുന്ന യുഗാന്തർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്താണ് മഹാരാഷ്ട്രയിലുള്ള നമ്മുടെ VD സവർക്കർജി എല്ലാവർക്കും അറിയാലോ. VD സവർക്കറുടെ അഭിനവ് ഭാരത് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്. VD സവർക്കർ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഗണേഷ് സവർക്കറും കൂടെ ചേർന്നിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് അവരുടെ പ്രധാന പ്രവർത്തന മേഖല. അവരും ഇതുപോലെ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ നടത്തുന്നുണ്ട്. അടുത്തത് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി.
ഇത് ലണ്ടനിലാണ് ആരംഭിക്കുന്നത്. ഇന്ത്യ ഹൗസ് എന്ന് ഇതിനെ അറിയപ്പെടുന്നത്. ഇന്ത്യ ഹൗസും ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി ഒക്കെ ഒരു പേരിലാണ്. ലണ്ടനിലാണ് ആരംഭിക്കുന്നത്. തുടങ്ങുന്ന വ്യക്തിയാണ് ശ്യാംജി കൃഷ്ണവർമ്മ. ഇമ്പോർട്ടന്റ് ആണ്. ശ്യാംജി കൃഷ്ണവർമ്മ എന്നാണ്. ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വയം ഭരണം, ഇന്ത്യ ഹോം റൂൾ, പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഹോം റൂൾ, സ്വയം ഭരണം നേടുക എന്നുള്ളതായിരുന്നു. ഇതിന്റെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു കുറച്ച് ലീഡേഴ്സ് ഉണ്ട്. അതാണ് ഒന്ന് മാഡം ഭികാജി കാമയും ദാദാഭായ് നവറോജിയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തതാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി. ഇത് സ്ഥാപിക്കുന്നത് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ ഒരു ശാഖയായിട്ടാണ് ആരംഭിക്കുന്നത്. മാഡം ഭികാജി കാമയും അതുപോലെ തന്നെ SR റാണ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് തുടങ്ങുന്നത്. മാഡം ഭികാജി കാമയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വിപ്ലവന്റെ മാതാവ് 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് ഉച്ചകോടിയിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി പതാക ഉയർത്തിയത് മാഡം ഭികാജി കാമയാണ്. ഇന്നും ആ പതാക സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മാഡം ഭികാജി കാമ എന്ന് പറയുന്ന വ്യക്തിത്വം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. പാരീസ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യ ഹോം റൂൾ സൊസൈറ്റി ആരാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഹൗസ് ആരാണ്? ശ്യാംജി കൃഷ്ണവർമ്മയാണ്. പാരീസ് ഇന്ത്യ സൊസൈറ്റി ആണെങ്കിൽ മാഡം ഭികാജി ഗാമയാണ്. അതുപോലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി, ഓക്കെ, അതിനെ ബെർലിൻ കമ്മിറ്റി എന്ന് അറിയപ്പെടും. ബെർലിൻ കമ്മിറ്റി അപ്പോൾ എവിടെയാണ്? ജർമ്മനിയിൽ തുടങ്ങിയതാണ്. ബെർലിൻ കമ്മിറ്റി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി. വീരേന്ദ്രനാഥ് ചട്ടോപാധ്യായ, ലാല ഹർദയാല്, ഭൂപേന്ദ്രനാഥ് ദത്ത് പോലുള്ള ആൾക്കാരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. നമ്മുടെ തിരുവിതാംകൂറിലുള്ള ചെമ്പകരാമൻ പിള്ള എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന കമ്മിറ്റി, ബെർലിൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ചെമ്പകരാമൻ പിള്ളൈ. ഓക്കെ, ചെമ്പകരാമൻ പിള്ള. ഓക്കെ, ചെമ്പകരാമൻ പിള്ള ഈ പറയുന്ന ബെർലിൻ കമ്മിറ്റി, അതായത് വീരേന്ദ്രനാഥ് ചട്ടോപാധ്യായയുടെ ബെർലിൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുകൂടി മനസ്സിലാക്കാം. അടുത്താണ് അമേരിക്കയിൽ തുടങ്ങിയിട്ടുള്ള ഗദർ പാർട്ടി. അപ്പൊ ഈ ഗദർ പാർട്ടി തുടങ്ങാനായിട്ട് ഏകദേശം നമ്മുടെ ആ 1ാം ലോക മഹായുദ്ധ കാലഘട്ടമാണ് ഇവരുടെ പ്രവർത്തന കാലയളവ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആയിരുന്നു ഇവരുടെ ആ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. സ്ഥാപകൻ എന്ന് പറയുന്നത് ലാല ഹർദയാലാണ്. അതുപോലെ സോഹൻ സിംഗ് ബക്ന എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ബർക്കത്തുള്ള ഇതൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു. അപ്പോ അവരുടെ പ്രവർത്തനത്തിന് കൂടുതൽ ത്വരിതപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കോമഗത മാരു സംഭവം. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ പറയുന്ന ഇന്ന് നമ്മൾ എന്ത് ചെയ്യാം, കുറെ ആൾക്കാർ UK പോകും, കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ഇങ്ങനെ വിദേശ ജോലികൾ അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടു പോകുന്ന ആൾക്കാരുണ്ട്. പണ്ട് ഇതുപോലെ പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള വീടും പുരയുടെ ഒക്കെ വിറ്റ് പറക്കിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യാണ്, കാനഡയിലേക്ക് പോവുകയാണ്. അപ്പൊ കാനഡയിലേക്ക് പോകുന്ന വഴിക്ക് ആ പോകുന്ന കപ്പലിന്റെ പേരാണ് കോമഗത മാരു. അങ്ങനെ ആൾക്കാർ ഉള്ളതൊക്കെ വിറ്റ് പറക്കി അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും കാനഡിയൻ ഗവൺമെന്റ് പറഞ്ഞു, അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട്. കാനഡിയൻ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലില് വിപ്ലവകാരിയായിട്ടുള്ള ബർക്കത്തുള്ള കയറി പറ്റിയിട്ടുണ്ടെന്നും ഈ കപ്പലിലുള്ള വ്യക്തികളെ, ആ സാധാരണ ജനങ്ങളെ വിപ്ലവകാരികളാക്കി മാറ്റിയിട്ടുണ്ടെന്നും ഒരു വാർത്ത കാനഡിയൻ ഗവൺമെന്റ് കിട്ടുകയാണ്. അപ്പൊ പറഞ്ഞു ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ തിരിച്ചുവിട്ട് അവർ സ്വദേശമായിട്ടുള്ള പഞ്ചാബിൽ തന്നെ എത്തുന്നു. ആ പഞ്ചാബിൽ എത്തിയിട്ട് അവരവിടെ നിന്ന് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വിസമ്മതിച്ചു. കാര്യം ഇനി പോകാൻ വീടില്ല, ഉള്ള സ്വത്തെല്ലാം വിറ്റ് പറക്കിയിട്ടാണ് ആ പാവങ്ങൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ കാനഡയിലേക്ക് പോയത്. അവർക്കാണെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ അവർ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധവും അപ്പൊ പോലീസ് എന്ത് ചെയ്തു, ഇവരെ ഫോഴ്സ് ഉപയോഗിച്ച് മാറ്റാൻ നോക്കി. അതിൽ കുറെ ആൾക്കാർ മരണപ്പെട്ടു. ഈ സംഭവം ഗദർ പാർട്ടി ഒരുപാട് ചൊടിപ്പിക്കുകയും ബ്രിട്ടനെതിരെ ഒരു സായുധ വിപ്ലവത്തിന് തുടക്കം കുറിക്കണമെന്ന് തീരുമാനം എടുക്കുന്നതിലേക്കും നയിച്ചിട്ടുണ്ട്. അതാണ് കോമഗത മാരു ഇൻസിഡന്റ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഗദർ പാർട്ടി ആൻഡ് കോമഗത മാരു ഇൻസിഡന്റ് എവിടെയാണ് സ്ഥലം? അമേരിക്കയാണ് സ്ഥലം.